മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ 10 ദൗത്യങ്ങളുമായി വനംവകുപ്പ് വന്യജീവികളുടെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിന് റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകൾക്ക് സമീപത്തെ അടിക്കാടുകൾ അടിയന്തരമായി വെട്ടിത്തെളിക്കും. 2016 ശേഷം സംസ്ഥാനത്ത് 192 പേർ കാട്ടാന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടതായി വനം മന്ത്രി നിയമസഭയെ അറിയിച്ചു. നിലവിലെ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ ഇതിനിടെ തള്ളി. വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും വനം മേധാവിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിലാണ് നിർണായക തീരുമാനം. കാട് പിടിച്ചുകിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഉടമകൾക്ക് അടിയന്തരമായി കാട് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകൾക്കിരുവശവുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിക്കും. ജനവാസ മേഖലകൾക്കരികിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിന് റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തും. സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന 28 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ലഭ്യമാക്കും. സമയബന്ധിത ഇടപെടൽ ഉറപ്പുവരുത്തുന്നതിനായി സന്നദ്ധ പ്രതികരണ സേനകൾ രൂപീകരിക്കും. വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഒഴിവാക്കുന്നതിനായി അവയ്ക്കാവശ്യമായ ജലഭക്ഷണ ലഭ്യത വനത്തിനുള്ളിൽ തന്നെ ഉറപ്പുവരുത്തും. ഗോത്രവിഭാഗങ്ങളുടെ അറിവ് പ്രയോജനപ്പെടുത്തും. ഗവേഷണ സ്ഥാപനങ്ങളുമായി ചേർന്ന് കൂടുതൽ പഠനങ്ങൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. വനാതിർത്തികളിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് കൂടുതൽ കാര്യക്ഷമമാക്കാനും യോഗത്തിൽ ധാരണയായി. നിയമസഭയിൽ IC ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് 2016 മുതൽ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള കാട്ടാനകളുടെ ആക്രമണത്തെക്കുറിച്ചുള്ള കണക്കുകൾ വനമന്ത്രി പുറത്തുവിട്ടത്. 278 പേർക്ക് പരിക്കേൽക്കുകയും 192 പേർ ഈ കാലയളവിൽ മരണപ്പെടുകയും ചെയ്തു. കടുവയുടെ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടപ്പോൾ 10 പേർക്ക് പരിക്കേറ്റു. നിലവിലെ വനം വന്യജീവി നിയമം പരിഷ്കരിക്കുന്നത് ആലോചനയിൽ ഇല്ലെന്ന് ഹാരിസ് ബീരാൻ MPക്ക് രാജ്യസഭയിലാണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയത്. വന്യജീവി നിയന്ത്രണം സംസ്ഥാന വിഷയമാണെന്നും ധനസഹായം കേന്ദ്രം നൽകുന്നുണ്ടെന്നും മറുപടിയിലുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.